പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ 6th സ്റ്റാൻഡേർഡിലെ ആനുവൽ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ 2023-24 ഒന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 1. ആംഗിൾ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഇൻ ദ ഫിഗർ ഈസ് 40 ഡിഗ്രി. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം 40 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ഇ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ അൺഷെയ്ഡഡ് പോർഷൻ. ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്ര ഭാഗമാണെന്ന് എഴുതണം, ആംഗിൾ എത്ര എന്ന് എഴുതണം. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എഴുതണം. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്. എത്ര ഭാഗമാണ് അൺഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അൺഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ആംഗിൾ എഴുതണം. പിന്നെ അത് എത്ര പാർട്ടാണെന്ന് എഴുതണം. ഷെയ്ഡ് ചെയ്ത ഭാഗവും എത്ര പാർട്ടാണെന്ന് എഴുതണം. ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ കോണളവ് കണ്ടെത്തണം. ഷെയ്ഡ് ചെയ്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്, ഷെയ്ഡ് ചെയ്യാത്തത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കാം. ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിൻ്റെ കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ ഫുൾ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണല്ലോ. അപ്പോൾ നമ്മൾ ആൻസറായിട്ട് എന്ത് എഴുതിയാൽ മതി, 360 നിന്ന് 40 മൈനസ് ചെയ്ത് ആൻസർ 320 ഡിഗ്രി എന്നുള്ളതാണ് ഓപ്ഷൻ എയുടെ ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എത്രയാണ്, ഈ ഷെയ്ഡ് ചെയ്തത് സർക്കിളിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചത്. അപ്പം നോക്കാം, സർക്കിൾ മൊത്തം 360 ഡിഗ്രി ആണല്ലോ. അപ്പം 360 40 ഭാഗം 40 ഡിവൈഡഡ് ബൈ 360 ചെയ്താൽ മതിയോ. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് 4ൻ്റെ ടേബിളിൽ ചൊല്ലി 4 1s are 4, 4 9s are 36, 1/9 എഴുതിയാലും മാർക്ക് കിട്ടും. എങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. ദെൻ ഓപ്ഷൻ സി, അൺഷെയ്ഡഡ് പോർഷൻ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് എഴുതണം, 40 കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്രയാണെന്ന് നമുക്കറിയാം, 320 അറിയാമല്ലോ. അപ്പം 320 ഡിവൈഡഡ് ബൈ 360 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് എഴുതാം, 9ൽ 1 ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഷെയ്ഡ് ചെയ്തത്. അപ്പം ഷെയ്ഡ് ചെയ്യാത്തത് എന്താ, 9ൽ 8 ഭാഗമില്ലേ, ആകെ 9 ഭാഗം. 9ൽ ഒരെണ്ണം ഷെയ്ഡ് ചെയ്തുവെങ്കിൽ ബാക്കി 8 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് 8/9 ടീച്ചർ കാണിച്ചു തരാം. 0 കട്ട് ചെയ്തു. നമ്മൾ എന്താ ടേബിള് ഈ പകുതി കട്ട് ചെയ്ത് പോകുന്ന ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ 0 കട്ട് ചെയ്തതിന് ശേഷം പകുതി എഴുതി നോക്കിക്കേ. 32ൻ്റെ പകുതി 16, 18, വീണ്ടും പകുതി എഴുതുമ്പോൾ 8, 9. കണ്ട, നമ്മുടെ ആൻസർ തന്നെ വരില്ലേ. 9ൽ 8 ഭാഗമാണ് എന്ത്, ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം. ക്ലിയർ അല്ലേ. അടുത്തത് ആക്ടിവിറ്റി 2 ആണ്. ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ആംഗിൾ BOCയുടെ 2 മടങ്ങാണ് ആംഗിൾ DOC എന്ന് കൊടുത്തിട്ടുണ്ട്. BOCയുടെ 2 മടങ്ങാണ് DOC എന്ന് പറയുന്നത്. BOCയുടെ 2 മടങ്ങാണ് DOC എന്ന് പറയുന്നത്. ആംഗിൾ DOC എത്രയാണ്, ആംഗിൾ AOEയുടെ അളവ് എത്രയാണ്, ആംഗിൾ AODയുടെ അളവ് കാണുക. ചിത്രത്തിലെ ഏതെങ്കിലും 2 രേഖീയ ജോഡികളുടെ പേരെഴുതുക. ചിത്രം കണ്ടല്ലോ. ഇൻ ദ ഫിഗർ DOC ഈസ് എ ട്വൈസ് ഓഫ് BOC. BOCയുടെ ട്വൈസ് ആണ് DOC എന്ന് വെച്ചാൽ 36ൻ്റെ ഇരട്ടിയാണ്. ഇത് ട്വൈസ് എന്ന് വെച്ചാൽ ഇരട്ടി എന്നർത്ഥം കേട്ടോ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ DOC. ഇരട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ 36 കൂട്ടിയാൽ മതിയല്ലോ. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOE. AOE എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ AOD. AODയുടെ അളവ് എത്ര. നെയിം എനി 2 ലീനിയർ പെയർ ഇൻ ദ ഫിഗർ. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് DOC. ഈ DOC കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടീഷൻ എന്താണ്, BOCയുടെ ട്വൈസ് ഇരട്ടിയാണ്, ഡബിളാണ്, 2 മടങ്ങാണെന്നൊക്കെ പറഞ്ഞാൽ 36 എത്രയാണ്, DOC എന്ന് വെച്ചാൽ 72 ഡിഗ്രി. അപ്പോൾ നമ്മളിവിടെ ആൻസർ എന്ത് എഴുതണം, 72 ഡിഗ്രി. നിങ്ങൾ ഈ ചിത്രത്തിൽ മാത്രം ചെയ്ത് വെച്ചാൽ പോരാ. നിങ്ങൾ ആൻസർ DOC ഓപ്ഷൻ എ 1 നമ്പർ ഇട്ടിട്ട് അതിൻ്റെ നേരെ ആംഗിൾ എഴുതി അത് ഈക്വൽ ടു 72 തന്നെ എഴുതണം കേട്ടോ. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് എഴുതുന്ന കാര്യമൊക്കെ ഓർത്തോണം കേട്ടോ. ദെൻ ആംഗിൾ AOE എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആംഗിൾ AOE ഈ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെ എഴുതും, എങ്ങനെ കണ്ടെത്തുക. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇതുകൊണ്ടോ, ഇതൊരു ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇതും ഈ ആംഗിളും വെർട്ടിക്കലി ഓപ്പോസിറ്റാണ് അല്ല. ഇങ്ങോട്ട് നോക്കി ടീച്ചർ വേറൊരു ചിത്രം വരച്ച് കാണിക്കാം. ഈ ഒരു ആംഗിൾ ഇങ്ങനെ ഒരു ചിത്രം വരച്ചാൽ
ഈ ആംഗിളും ഈക്വൽ ആണെന്ന് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലേ? എതിർകോണുകൾ തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതൊരു എക്സ് പോലെ തന്നെ വന്നതല്ലേ? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ വലിയ ആംഗിളിന് തുല്യമല്ലേ? ഈ വലിയ ആംഗിളിന് തുല്യമാണല്ലോ ഈ ആംഗിൾ. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഈ ഫുൾ ആംഗിൾ കൂട്ടുന്നതാണ് ഇവിടെ വരുന്നത്. അപ്പം 72 36 എത്രയാണ്? 72 36 108. അപ്പോൾ ഈ ഫുൾ ആംഗിൾ 108ആണ്. അപ്പം നമ്മുടെ എ ഒ യും എന്ത് തന്നെയാണ്? 108 ഡിഗ്രിയാണ് കേട്ടോ. സോ ആൻസർ ഈസ് 108 ഡിഗ്രി. ക്ലിയർ അല്ലേ? ദെൻ ഇനി എ ഒ ഡി ചോദിച്ചിട്ടുണ്ട്. ഈ എ ഒ ഡി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എ ഒ ഡി നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു നേരെയുള്ള ഒരു നേർരേഖയുടെ മുഴുവൻ അളവ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, 180 അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗം മാത്രം അവർ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? 108 ആണെങ്കിൽ ബാക്കി എത്രയും കൂടെ കൂട്ടിയാലാണ് 180 വരിക? 180 108 കുറച്ചാൽ പോരെ? 180 ഇവിടെ എഴുതാം. 180 മൈനസ് 108 എത്ര വരും നമുക്ക്? ആൻസർ ഈസ് 72. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? 72. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 180. സോ ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു 72 ഡിഗ്രി. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഏതെങ്കിലും രണ്ട് ലീനിയർ പെയർ, രേഖീയ ജോഡി. ലീനിയർ പെയർ എന്ന് വെച്ചാൽ രണ്ടെണ്ണം തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടുന്ന തരം വരകളെയാണ് നമ്മൾ ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഞാനിവിടെ ഒന്നുകൂടെ വരച്ചെഴുതാം. അതായത് സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരൊന്ന് നോക്കിയേക്കുക. എന്താണ്? എ ഒ ഡിയും ബിയും ഇവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കത്തെ ലൈൻ കൺസിഡർ ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? ആംഗിൾ എ ഒ ഡി കോമ ഡി ഒ ബി എന്ന് എഴുതാം കേട്ടോ. ഏതെങ്കിലും ഇഷ്ടമുള്ള നിങ്ങൾക്ക് താഴത്താണെങ്കിലും എഴുതാം കേട്ടോ. എ ഒ ബി ഞാൻ ടീച്ചർ വേണമെങ്കിൽ ഓർമ്മയോടെ എഴുതാം. ആംഗിൾ എ ഒ ഇതെന്തായിരുന്നു? ഇ അല്ലേ? എ ഒ ഇയും ഇ ഒ ബിയും എന്താണ്? ലീനിയർ പെയറാണ്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാവും കേട്ടോ. അടുത്തത് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള പോർഷനല്ലേ പെർസെൻറ്റേജ്. ടീച്ചർ സിമ്പിളാക്കി പറഞ്ഞു തരാം. ക്വസ്റ്റ്യൻ നമ്പർ ആക്ടിവിറ്റി 3. ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ മഞ്ചാടിക്കുന്ന് യു പി സ്കൂൾ ഇൻ 2021-22 വാസ് 900. മഞ്ചാടിക്കുന്ന് യു പി സ്കൂളിൽ 2021-22 പഠിച്ചിരുന്ന കുട്ടികളുടെ എണ്ണം 900 കുട്ടികളാണ്. 60% ഓഫ് ദം വെയർ ഗേൾസ്. അതിൽ 60% പേര് പെൺകുട്ടികളാണ്. ആൻഡ് ദ റെസ്റ്റ് വെയർ ബോയ്സ്. ബാക്കിയുള്ളവർ ബോയ്സ് ആണ്. ഓപ്ഷൻ എ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ആർ ബോയ്സ്. ആകെയുള്ളതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ബോയ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ്. പെൺകുട്ടികളുടെ എണ്ണം എത്ര? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ 2022-23 ദാൻ ഇൻ ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തേക്കാളും 20% കുട്ടികൾ അവിടെ കൂടുതൽ വന്നു. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 2022-23 2022-23 അപ്പം ആകെ 20% കൂടുതൽ കുട്ടികൾ വന്നു എങ്കിൽ 900 കൂടി അത് കൂട്ടണമല്ലോ. അപ്പോൾ ആകെ എത്ര കുട്ടികൾ അവിടെ വന്നു? പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ 2023-24 ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഡിക്രീസ്ഡ് ബൈ 10% ദാൻ ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തേക്കാൾ 22-23 10% കുട്ടികൾ 23-24 കുറഞ്ഞു. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ പ്രസൻറ്റ് നമ്പർ ഓഫ് ചിൽഡ്രൻ കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ എണ്ണവും ഈ വർഷത്തെ കുട്ടികളുടെ എണ്ണവും കൂടി കമ്പയർ ചെയ്ത് എഴുതിയാൽ ഈ വർഷത്തെ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. 2021-22 വർഷത്തിൽ മഞ്ചാടിക്കുന്ന് യു പി സ്കൂളിലെ കുട്ടികളുടെ ആകെ എണ്ണം 900 ആയിരുന്നു. അതിൽ 60% പെൺകുട്ടികളും ബാക്കിയുള്ളവർ ആൺകുട്ടികളുമായിരുന്നു. ഓപ്ഷൻ എ, ആൺകുട്ടികൾ ആകെയുള്ളതിൻ്റെ എത്ര ശതമാനമാണ്? പെൺകുട്ടികളുടെ എണ്ണം എത്ര? 2023 വർഷത്തിൽ കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേക്കാൾ 20% വർദ്ധിച്ചു എങ്കിൽ 2022-23 വർഷത്തെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി, 2023-24 വർഷം മുൻ വർഷത്തേക്കാൾ 10% കുട്ടികൾ കുറഞ്ഞു. അപ്പോഴുള്ള കുട്ടികളുടെ എണ്ണം മുൻ വർഷത്തേതിൻ്റെ എത്ര ശതമാനമാണ്? ആകെ കുട്ടികളെന്ന് പറയുന്നത് 900 ആണെന്ന് നമുക്കറിയാം അല്ലേ? ആകെ കുട്ടികളെന്ന് പറയുന്നത് 900 ആണ്. അതിൽ എത്ര ശതമാനം കുട്ടികളാണ് പെൺകുട്ടികളെന്ന് പറഞ്ഞിരിക്കുന്നത്? ആകെയുള്ള 900-ൻ്റെ 60%. അപ്പം ഗേൾസ് എന്ന് പറയുന്നത്, ഗേൾസിൻ്റെ പേഴ്സൻറ്റേജ്, പെൺകുട്ടികളുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എത്രയാണ്? 60%. ഓക്കെ, 60%. അപ്പോൾ
നമ്മുടെ ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ നമ്പർ 1, ഓപ്ഷൻ എയുടെ ക്വസ്റ്റ്യൻ ആൺകുട്ടികളുടെ പെർസെൻറ്റേജ് എത്ര? അപ്പം 100-ൽ 60 പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ പെർസെൻറ്റേജ് എത്ര എഴുതിയാൽ മതി? 40% എന്നുള്ളതാണ് ഓപ്ഷൻ എയുടെ ഉത്തരം. ഇനി ഓപ്ഷൻ ബി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെൺകുട്ടികളുടെ എണ്ണം, പെൺകുട്ടികൾ നമ്പർ ഓഫ് ഗേൾസാണ്, നമ്പർ ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികളുടെ എണ്ണം അപ്പോൾ എന്ത് ചെയ്താൽ മതി? 900-ൻ്റെ 60% കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 900-ൻ്റെ 60% ശരിയല്ലേ? അല്ലെങ്കിൽ 60% ഓഫ് 900. 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. 50 9 54 ഈ 0 540. ഓപ്ഷൻ ബിയുടെ ആൻസർ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് 540, 540. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ സി എന്ന് പറയുന്നത് 2023 എന്താ സംഭവിച്ചത്? 20% ഇൻക്രീസ് ഉണ്ടായി, 20% കുട്ടികൾ കൂടി അല്ലേ? 20% കുട്ടികൾ കൂടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ 900-ൻ്റെ 120% കണ്ടുപിടിച്ചാൽ പോരെ? 100 ആണ് നമ്മൾ ഫുൾ പെർസെൻറ്റേജ്. 20% കൂടി എന്ന് പറഞ്ഞാൽ 100-ൻ്റെ കൂടെ 20 കൂടെ കൂട്ടുക. അത് എത്രയുടെ കണ്ടുപിടിക്കണം? 900-ൻ്റെ 900-ൻ്റെ 120% കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. 12 9 എത്രയാണ്? 12 9 108 അല്ലേ? 12 ഇത് സീറോസ് ഒന്നും എഴുതി ചെയ്യേണ്ട. 12 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108 കിട്ടും. ഈ ഒരു റിമൈനിങ് 0 ഉണ്ടല്ലോ. സോ ഇപ്പോൾ 2022-23 വർഷത്തിൽ ആ സ്കൂളിൽ എത്ര കുട്ടികളായി? 900 കുട്ടികളിൽ നിന്നും 1080 കുട്ടികളായി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി എന്താണ്? 2020 വർഷം മുൻ വർഷത്തേക്കാൾ 10% കുട്ടികൾ കുറഞ്ഞു. എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ 1080 ആയിരുന്നു, അതിൽ നിന്ന് 10% കുറവായി കുട്ടികൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? 10% കുറയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 90%. 100-ൽ നിന്നും 10 കുറച്ചാൽ എത്ര? 90%. അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. 108 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണെന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 10% കുറയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ 90% എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓപ്ഷൻ ഡിയുടെ ആൻസർ ജസ്റ്റ് 90% എന്ന് എഴുതിയാൽ മതി. 90%. ക്ലിയർ അല്ലേ? എത്ര എണ്ണമെന്ന് ചോദിച്ചിട്ടില്ല. എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ 1080-ൻ്റെ 90/100 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ചോദ്യം ഇതാണ്. പട്ടികയിലെ ഭിന്നസംഖ്യകളെ ഫ്രാക്ഷൻസിനെ 10, 100, 1000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഛേദമായ ഭിന്നസംഖ്യയായി എഴുതി ദശാംശ രൂപത്തിലേക്ക് മാറ്റി എഴുതുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ഫ്രാക്ഷൻ, തുല്യ ഫ്രാക്ഷൻ ആക്കണം. പിന്നെ അതിനെ ഡെസിമൽ ഫോമിലും ആക്കണം. ഞാൻ എൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ കാണിക്കേണ്ടല്ലോ, മനസ്സിലായല്ലോ? ഈ തന്നിരിക്കുന്നതിനെ നമ്മൾ ഡിനോമിനേറ്റർ 100, 1000, 10, 100, 1000 എന്നിങ്ങനെ മാറ്റുക. പിന്നെ അതിനെ ഡെസിമൽ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാം. നോക്കാം എങ്ങനെ ചെയ്യാം. നമ്മൾ ഇതിനെ ഈ 2 നമ്മൾ എങ്ങനെ 0യിലേക്ക് ഈക്വൽ ഭിന്നമാക്കാൻ വേണ്ടി നമ്മൾ ഡിനോമിനേറ്ററിൽ 10, 100, 1000 എന്നിങ്ങനെ വരണമെന്നാണ് പറഞ്ഞത്. അപ്പം 2-നെ എന്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 10 ആവും? ഇൻറ്റു 5 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് 5/10. ഡിനോമിനേറ്ററിൽ ഒരു 0 വന്നുള്ളെങ്കിൽ പോയിൻറ്റിന് ശേഷം ഒരു നമ്പറേ കാണാൻ പാടുള്ളൂ, 0.5. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അടുത്തത് 4 എങ്ങനെ? 4 × 5 20 വരുള്ളൂ. 4 × 25 ആണെങ്കിലോ? 25 ചെയ്യാനുള്ള മാർഗം നമ്മളതിനെ എളുപ്പമാർഗമുണ്ട്. ടീച്ചർ ഇപ്പം ഇങ്ങനെ ചെയ്യാം. 4 × 25. സോ ഇതെന്താവും? 25/100 എന്നാവും. പോയിൻറ്റിന് ശേഷം 2 0 ഉള്ള ആളായതുകൊണ്ട് പോയിൻറ്റിന് ശേഷം 2 നമ്പർ കാണണം, 0.25. അടുത്തത് 8 എന്നുള്ളത് എങ്ങനെ മാറണം? 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. 125. സോ ഇതെന്ത് വരും? 125 × 3 375/1000. 3 0 ഉള്ളതുകൊണ്ട് പോയിൻറ്റിന് ശേഷം 3 പേര് കാണണം. സോ 0.375.
അടുത്ത എത്രയാണ് 7/25. അപ്പോൾ 25 സീറോയിലേക്ക് മാറാൻ ഇൻറ്റു 4 ചെയ്താൽ പോരെ. അപ്പോൾ താഴെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അത് തന്നെ മുകളിലും ചെയ്യണം കേട്ടോ. സോ 728/100. അപ്പോൾ എന്ത് വരും 0.28. 120 എങ്ങനെ 0 ആവും? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 20 × 5 ആണ് 100. അപ്പോൾ ഇതെന്ത് വരും 5/100. അതായത് പോയിൻറ്റിന് ശേഷം 2 പേര്. ഇപ്പോൾ ഒരു നമ്പറല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ 0.05 എന്ന് എഴുതണം കേട്ടോ. പോയിൻറ്റിന് ശേഷം 2 പേരില്ല എങ്കിൽ ഒരു 0 കൊടുത്ത് അത് ഫില്ല് ചെയ്യണം. അടുത്തത് 3/5. 5 എങ്ങനെ 100 ആവും? 20 ചെയ്താൽ പോരെ. അപ്പോൾ ഇതെന്താവും 20 × 3 60 വരും. 60/100. അപ്പം ഈ ഒരു 0 കട്ടാക്കി എഴുതുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്ത് വരും? അല്ല വേണ്ട, നിങ്ങൾ പഠിച്ച മാർഗം തന്നെ ഉപയോഗിച്ചോ, കട്ടൊന്നും ആക്കണ്ട. പോയിൻറ്റിന് ശേഷം ഇവിടെ 2 പേര് വേണമല്ലോ. അപ്പോൾ 0.60. അപ്പോൾ പോയിൻറ്റിന് ശേഷം 0ക്ക് വാല്യൂ ഇല്ല. അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സോ ആൻസർ ഈസ് 0.06 എന്ന് നമ്മളിതിനെ പറയാറുള്ളൂ. 60 എന്നങ്ങനെ പറയാറില്ല. ആക്ടിവിറ്റി 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഹാസ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്? അതായത് ഒറ്റ സംഖ്യ എണ്ണം വരുന്ന ഫാക്ടറുകൾ ഇതിനകത്ത് ആർക്കാണുള്ളതെന്നാണ് ചോദ്യം. 2. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12? 12ൻ്റെ നമ്പർ, എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 12-നുണ്ട്? അതായത് ഘടകങ്ങൾ 12-ന് എത്ര ഘടകങ്ങളുണ്ട്? റൈറ്റ് 20 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. 20-നെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക. അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി 20-നെ എഴുതുക. ഓപ്ഷൻ ഡി. റൈറ്റ് 60 ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആൻഡ് റൈറ്റ് ഓൾ ഇറ്റ് ഫാക്ടേഴ്സ്. 60-നെ പ്രൈം നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക, കൂടാതെ എല്ലാ ഫാക്ടേഴ്സിനെയും എഴുതണം. നോക്കാം. ഒറ്റ സംഖ്യ ഫാക്ടേഴ്സ് വരുന്നത് ഇതിൽ ആരാണെന്നാണ്. ഇതിൻ്റെ ഉത്തരം 16 കേട്ടോ. എങ്ങനെയാണ് 16 വന്നതെന്നറിയോ? അതായത് പവറുകൾ വരുന്നത്, അതായത് 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. അറിയാലോ, വർഗ്ഗം അറിയാലോ. 2ൻ്റെ സ്ക്വയർ 2 2s are 4, 3 3s are 9, 4 4s are 16, 7 5 5s are 25. അങ്ങനെ 2 സെയിം സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്ന സംഖ്യകൾക്കെല്ലാം ഒറ്റ സംഖ്യ ഘടകങ്ങളെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നോക്കിക്കുക, 4-നെ ടീച്ചർ ഘടകങ്ങളാക്കാൻ പോവുകയാണെ. 2 കൊണ്ട് ചെയ്തു, വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 1. എത്ര ഘടകമുണ്ട്? 1 2 3 ഘടകങ്ങൾ. 3-നെ ചെയ്താലോ, 9-നെ ചെയ്താലോ, അതായത് 4-ന് വരുന്ന 1-ൻ്റെ പട്ടികയിലുണ്ട്, 4-ൻ്റെ പട്ടികയിലുണ്ട്, പിന്നെ 2-ൻ്റെ പട്ടികയിൽ. അത്രയല്ലേ ഉള്ളൂ. 9 ആണെങ്കിലോ 1-ൻ്റെ ടേബിളിലുണ്ട്, 9-ൻ്റെ ടേബിളിലുണ്ട്, പിന്നെ 3-യുടെ ടേബിൾ. വേറെ ഒരു ടേബിളിലും ഇല്ലല്ലോ. കണ്ട് എണ്ണം എത്ര? ഇവിടെ 3 ഒറ്റ സംഖ്യ ഓഡ് നമ്പർ. ഇവിടെ എത്രയാണ്? ഓഡ് നമ്പർ. 16 ആണെങ്കിലോ 1-ൻ്റെ ടേബിളിൽ, 16-ൻ്റെ ടേബിളിൽ, 2-ൻ്റെ ടേബിളിൽ, 8-ൻ്റെ ടേബിളിൽ, പിന്നെ 4-ൻ്റെ ടേബിളിൽ. ശരിയല്ലേ? 1 2 3 4 5. 5 എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ സംഖ്യയല്ലേ, ഓഡ് നമ്പർ അല്ലേ. അപ്പം ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്നത് എങ്ങനെയുള്ള സംഖ്യകൾക്കാണ്? ഒരേ സംഖ്യ ഗുണിക്കുന്ന വർഗ്ഗങ്ങൾ, സ്ക്വയേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമേ വരുള്ളൂ. സോ 16. ഓപ്ഷൻ ബി എന്താണ്? റൈറ്റ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12. 12-ൻ്റെ എല്ലാ ഫാക്ടേഴ്സിനെയും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 12-നെ ഘടകങ്ങളാക്കുന്നു. 2 6 2 3 3 1. നമ്മളെങ്ങനെ എഴുതി? ഈ നമ്പറിനെ 2 × 2 × 3 എന്ന് എഴുതി. ഇതിനെ 2² × 3⁻1. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ വരുന്ന സംഖ്യയോട് 1 കൂട്ടണം, ഇവിടെ വരുന്ന സംഖ്യയോട് 1 കൂട്ടണം. അത് രണ്ടോടെ മൾട്ടിപ്ലൈ. 2 1 3 × 1 1 2. 3 2s are 6. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 6 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് ഷുവറായിട്ട് ഉറപ്പ് ക്വസ്റ്റ്യൻ ആട്ടോ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചോദിക്കുന്ന ചോദ്യം. അടുത്ത 3-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 20-നെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതുക. അപ്പോൾ 2-നെ ചെയ്തു, 10, വീണ്ടും 2 കൊണ്ട് ചെയ്തു, 5 5 കൊണ്ട് ചെയ്തു, 1. ഓപ്ഷൻ സിയുടെ ആൻസർ 2 × 2 × 5. ക്ലിയർ അല്ലേ? അടുത്തത് 60-ൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സും 60-ൻ്റെ ഓപ്ഷൻ ഡി 60-നെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സും ആക്കണം, എല്ലാ ഫാക്ടേഴ്സും എഴുതണം. അപ്പം ഞാൻ 60-നെ എഴുതാൻ പോവാണ്. 2 30 2 15 3 5 5 1.
ഇതാണ് 60ൻ്റെ പ്രൈം പ്രോഡക്റ്റ്. നമുക്കിനി എല്ലാ ഫാക്ടേഴ്സിനെയും കണ്ടുകൊണ്ട് കോളം വരയ്ക്കുന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. നമ്മൾ ഈ കോളം എഴുതുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്നറിയോ? നോ 2 എഴുതണം, 1 2 എഴുതണം, 2 എന്ന് എഴുതുക. അതിനുശേഷം നോ 3 1 3, അതുപോലെ നോ 5 1 5. ഇങ്ങനെ നമ്മൾ കോളം എഴുതണം. എഴുതിയതിന് ശേഷം ഇതെങ്ങനെ എഴുതുന്നതെന്ന് കാണിച്ചു തരാം. നോ 2 അടുത്ത് നമ്മൾ എന്ത് എഴുതണം? 1, ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി എഴുതണമായിരുന്നു. കുഴപ്പമില്ല, ശരിക്കും 1. അടുത്ത 1 2ൻ്റെ അവിടെ 2 എഴുതി, 2 2ൻ്റെ അവിടെ 4 എഴുതി. നോ 3 എന്നുള്ളടുത്ത് നമ്മൾ എന്ത് എഴുതണം? ഇവിടെ എഴുതാം. 1 3യുടെ അവിടെ 3 എഴുതി. അടുത്തത് 3 1 3 2s are 6 എഴുതി, 3 4s are 12 എഴുതി. അടുത്തത് നോ 5 വേണ്ട, 1 5 മതി. 1 5ൽ 1 ഉണ്ടല്ലോ, 1 5s are 5 എഴുതി, 5 2s are 10 എഴുതി, 5 4s are 20 എഴുതി. ഇനി ഈ 5നെ കൊണ്ട് ഇതിനെ മൊത്തം ചെയ്തു, ഇനി 5നെ കൊണ്ട് ഇവിടെയും കൂടി ചെയ്യണേ. 5 3s are 15, 5 6s are 30, 5 12s are 60. ഇത്രയും മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ നടക്കണം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നമുക്ക് മൊത്തം കിട്ടി അല്ലേ? ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 5 എഴുതിയിട്ട് 6 എഴുതാവേ. 5, 6, 10, 12, 15, 20, 30, 60. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? 12 ആണ്. ക്ലിയർ ആയോ?